നമസ്കാരം. കൊല്ലത്ത് NK പ്രേമചന്ദ്രന് വീണ്ടും മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. മികച്ച പാർലമെന്റേറിയനാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നാടുനീളെ നടക്കുന്ന ഒരു വ്യക്തിയാണ് NK പ്രേമചന്ദ്രൻ. ബഡായി അല്പം കൂടുതലാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. കാര്യങ്ങൾ പഠിച്ചു പറയുന്നത് ലോക്സഭയിൽ പ്രേമചന്ദ്രൻ മാത്രമൊന്നുമല്ല, പല നേതാക്കളും പറയുന്നുണ്ട്. പ്രേമചന്ദ്രൻ എന്തോ വലിയ രീതിയിലങ്ങ് വലിയ അഗാധമായ പാണ്ഡിത്യം കൊണ്ട് അങ്ങ് അത് തുളുമ്പുകയാണ്, നിറകുടം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ, അതങ്ങനെ ആ രീതിയിലേക്ക് എടുക്കാൻ വളരെ പ്രയാസമുണ്ട്. കാരണം ലോക്സഭയ്ക്കകത്ത് നിയമവശങ്ങളും നിയമ സംഹിതകളും ഒക്കെ പഠിച്ച ഒരാൾ മാത്രമല്ല ഉള്ളത്. പിന്നെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ ഈ കൊല്ലം പാർലമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന 7 നിയോജക മണ്ഡലങ്ങളിലെ വികസനം നോക്കിയാൽ ആ കാര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് മറ്റൊരു വിലയിരുത്തലിന് ആസ്പദമാക്കേണ്ടി വരും. പിന്നെ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പാർട്ടി RSP. ഇപ്പോൾ RSP ശരിക്കും വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ കേരളത്തിൽ LDFിൻ്റെ കൂടെ നിൽക്കുന്ന കോവൂർ കുഞ്ഞുമൂനെ എങ്ങനെയെങ്കിലും പിണക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ശ്രമിക്കുന്നവരുണ്ട്. മാത്രമല്ല RSPക്കകത്ത് ഇപ്പോൾ ഷിബു ബേബി ജോണും ബോൾഷെവിക്കും കൂടെ RSPയിലേക്ക് ലയിച്ചതിന് ശേഷം RSP തഴച്ചു വളരുമെന്ന് കരുതിയവർക്കെല്ലാം തെറ്റിയല്ലോ. ഇരവിപുരത്ത് സാധാരണയായി RSP ജയിച്ചുകൊണ്ടിരുന്ന സിറ്റിംഗ് സീറ്റ് CPIM പിടിച്ചു നൗഷാദിലൂടെ. M നൗഷാദാണ്, അദ്ദേഹമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്, 2 തവണയായിട്ട് ജയിച്ചു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു. RSPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലയാണ്. പിന്നെ ചവറയിൽ ഷിബു ബേബി ജോണും അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ്റെ ഘടകവും ഒക്കെ നേർക്കുനേരെ മത്സരിച്ചിട്ടുണ്ട്. 2006 പ്രേമചന്ദ്രൻ 1700 വോട്ടുകൾക്ക് ഷിബു ബേബി ജോണിനെ തോൽപ്പിച്ചു. 2011 ഷിബു ബേബി ജോൺ 6000 പരം വോട്ടുകൾക്ക് പ്രേമചന്ദ്രനെ തോൽപ്പിച്ചു. എന്നിട്ട് 2016 ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് നോക്കി. എന്നിട്ട് എന്തെങ്കിലും രക്ഷയുണ്ടോ? അവിടെ തോക്കാനായിരുന്നു വിധി. 2016 2021 ഷിബു ബേബി ജോൺ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഷിബു ബേബി ജോണിന്. RSP ഇനി അധിക നാൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ കൊല്ലം പാർലമെൻറ്റ് സീറ്റ് മാത്രമായിട്ട് ഒതുക്കിക്കളയാൻ RSP താല്പര്യപ്പെടുന്നില്ല. അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള നിയമസഭാ സീറ്റുകളിലെല്ലാം അവർ തോക്കുകയാണല്ലോ, പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് RSPക്കാർ. ആളില്ലാ പാർട്ടിയാണ് RSP എന്നുള്ളത് നമുക്കറിയാം. പ്രേമചന്ദ്രൻ ജയിക്കുന്ന RSPയുടെ വോട്ട് കൊണ്ടാണോ? 2-3 കൂടെ 5 വോട്ട് കൊണ്ടാണോ ജയിക്കുന്നത്? അല്ല, കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന വോട്ടും നിഷ്പക്ഷരായവരുടെ ഒക്കെ വോട്ടും കൊണ്ടാണ് ജയിച്ചത്. പരതാറി പ്രയോഗം കടുത്തുപോയി എന്നുള്ള രീതിയിലൊക്കെ വന്നപ്പോൾ ആദ്യം ജയിച്ചു, പിന്നീട് അനുകൂല തരംഗം UDFന് വന്നപ്പോൾ അതും അദ്ദേഹത്തിന് ഗുണകരമായി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എന്നും ചക്ക വീണ് മുയൽ ചാവത്തില്ല. അത് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഈ വിശിഷ്ട മാന്യ വ്യക്തി മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.